പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നല്ല ദിനം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാൻ നന്നായിട്ട് ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കാം. ചങ്കുപൊട്ടി ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാം, ശക്തിപ്പെടാം. കൃപയുടെ എണ്ണ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ഞങ്ങൾ ഉപേക്ഷിക്കരുത്, ഞങ്ങളെ മറന്നു കളയരുത്. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. ബന്ധനം അടിക്കണം, കുടുംബത്തിലെ ബന്ധനങ്ങൾ, തലമുറയുടെ ബന്ധനം അടിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചതഞ്ഞോടയൊളിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ മാത്രമുള്ള ഞങ്ങൾക്ക് ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഞങ്ങളുടെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. സാത്താന്റെ സൈന്യം വിട്ടുപോകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. ശുശ്രൂഷ അഭിഷേകമായി തീരാൻ അവരെ അനുഗ്രഹിക്കണം കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നമുക്ക് കർത്താവ് നല്ലൊരു വചനം തരാൻ പോവുക. എസെക്കിയേൽ പുസ്തകം 33:10 മുതലുള്ള വചനം. മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയുമല്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല. അവൻ തൻ്റെ ദുഷ്കൃത്യങ്ങളിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്ന് നല്ലൊരു വചന കർത്താവ് തന്നിരിക്കുന്നത്. ഈ വചനം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തകർച്ചയുടെയും വേദനയുടെയും ദുരിതങ്ങളുടെയും കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് തമ്പുരാനെ ഒന്ന് മനസ്സ് തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ഒന്ന് കേട്ട് പ്രാർത്ഥിക്കാം. വചന ഹൃദയത്തിൽ സംഗ്രഹിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ലൂക്കാ സുവിശേഷം 2:19 പറയുന്ന പോലെ മറിയമാകട്ടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പോൾ ഒന്ന് നമുക്ക് വചനം കേൾക്കി സ്വീകരിക്കാം, ഹൃദയം സ്വീകരിക്കാം. വചനം ഇതാണ്: മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവജനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. അതാണ് ക്ഷയിച്ചു പോകുന്നതിന് കാരണം ബൈബിള് പറയുന്നത് അതിക്രമങ്ങളും പാപങ്ങളാണ്. അതിക്രമം പ്രവർത്തിക്കുന്ന മക്കളും ക്ഷയിച്ചു പോകുന്ന ബൈബിള് പറയുന്നത്. മദ്യപാനെ ക്ഷയിച്ചു, അവൻ്റെ കുടുംബം ക്ഷമിച്ചു പോകും. എന്തൊരവസ്ഥയല്ലേ! അതുപോലെ ചില മക്കൾ പാപത്തിൻ്റെ തെറ്റായ ബന്ധങ്ങളും പ്രേമബന്ധങ്ങളും പാപത്തിൻ്റെ കൂട്ടുപോകും, ക്ഷയിച്ചു പോകുമെന്ന് പറഞ്ഞ്. പണമുണ്ടെങ്കിൽ ക്ഷയിച്ചു പോകും, കഴിവുണ്ടെങ്കിൽ ക്ഷയിച്ചു പോകും, എന്തെല്ലാം പേരും പെരുമയും നമ്മൾ ക്ഷയിച്ചു പോകും. നല്ല പേരും പെരുമയുള്ള വീടായിരുന്നു, പക്ഷെ ക്ഷയിച്ചു പോകും. പറയണം, പാപം നിൽക്കുമ്പോൾ, പാപം നമ്മുടെ മേലിങ്ങനെ കുന്നുകൂടുമ്പോൾ നമ്മുടെ കുടുംബം ക്ഷയിച്ചു പോകും. വൈരാഗ്യം മനസ്സ് സൂക്ഷിക്കുമ്പോൾ, അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മോശമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പക ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ, പ്രതികാര ചിന്തയിരിക്കുമ്പോൾ, ഭിന്നതയിരിക്കുമ്പോൾ, കള്ളത്തരം മനസ്സിൽ ഹൃദയത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറയുക, നമ്മൾ ക്ഷയിച്ചു പോകും.
നമ്മൾ പോകുന്ന വഴിക്ക് ക്ഷയിച്ചു, വലിയ ബിസിനസ്സുകാരായിരിക്കും, പക്ഷെ മക്കളെ പാപമുണ്ടെങ്കിൽ കുറച്ചും നമ്മൾ ക്ഷയിച്ചു പോകും. എവിടെയാണ് ക്ഷയിക്കുന്നത് പറയാൻ പറ്റില്ല. കുടുംബത്തിൽ ചിലപ്പോൾ തകർച്ച കയറി വരും, മക്കൾ ബന്ധനം അടിക്കും, എവിടെയാണ് പഠിക്കുന്നത് പറയാൻ പറ്റില്ല. ഈ പാപത്തിൻ്റെ തിന്മയുടെ ഫലം, തിന്മയുടെ ശക്തി എങ്ങോട്ടൊക്കെയാണ് വീശുന്നത്, എങ്ങോട്ടൊക്കെയാണ് കാറ്റ് വീശുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ പാപം, ഇത് വചനം പറയാണ്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. ദൈവജനം പറയുക, എങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും? ഇതെല്ലാം മുന്നിൽ നിൽക്കുക, പേടിക്കേണ്ട. ബൈബിൾ പറയുന്നു, വലിയ വചനമുണ്ട് ഈ പാപത്തിൻ്റെ വലിയ അടുത്ത വചനം. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. തമ്പുരാന്റെ സ്നേഹം അതാണ് പറയുന്നത്. ഒരിക്കലും ദുഷ്ടനായ ഒരു വ്യക്തി പാപത്തിൽ കഴിഞ്ഞ് അവൻ നശിച്ചു പോകുന്നതല്ല ദൈവത്തിന്റെ സന്തോഷം. നീ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാവുക, അതല്ല ദൈവത്തിന്റെ സന്തോഷം. നീ പോകുമ്പോൾ നീ ദരിദ്രനായിട്ട് പോകും, അതല്ല. നിന്റെ ജോലി നഷ്ടപ്പെടും, അതുപോലെ സന്തോഷിക്കുന്ന ദൈവമല്ല. അടിച്ച് നിന്റെ സമ്പത്തും നിന്റെ ആരോഗ്യവും നിന്റെ മക്കളെയും ഒക്കെ നശിപ്പിച്ച് ആനന്ദിക്കുന്ന ദൈവമല്ല. തമ്പുരാൻ സ്നേഹമാണ്. അത് ബൈബിൾ പറയുന്നുണ്ട്, തിരുവചനം പറയുക, ദൈവമായ കർത്താവ് ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. തമ്പുരാന് സന്തോഷമുള്ളത് അവൻ മരിച്ച് നശിച്ചു പോകുന്നതിലല്ല, ഇല്ലാതായി പോകുന്നതല്ല. ഒരാൾ നരകത്തിലൂടെ പോകുമ്പോൾ തമ്പുരാൻ സന്തോഷിക്കില്ല. അവൻ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് തിരികെ വരുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്, ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തില് ദൈവദൂതന്മാർ ആനന്ദിക്കും, ആഹ്ലാദിക്കും എന്ന് പറയുന്നത്. ധൂർത്തപുത്രം മടങ്ങി വരുമ്പോൾ ആ ഭവനം മുഴുവൻ ആഹ്ലാദിക്കുക. മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തെ സന്തോഷം. അവിടെ മകനെ മകളെ നീ പാപത്തിൽ കഴിയുമ്പോൾ ദൈവം ദുഃഖിക്കുകയാണ്. നമ്മൾ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സൂക്ഷിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ ഓർത്ത് ദുഃഖിക്കുക, നമ്മുടെ കുടുംബങ്ങളൊക്കെ കരയുക, നമ്മുടെ മക്കളോർത്ത് കരയുക, ജീവിത പങ്കാളോർത്ത് കരയുക. മോനെ, നിന്നെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയാണോ? നിന്റെ കുടുംബത്തോട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം കണ്ടിട്ട് ദൈവത്തിന് സന്തോഷമാണോ ദുഃഖമാണോ? നീ ചിന്തിക്കണം. അവിടെ ഇവിടെ വചനം പറയുക, ഭയങ്കര വചനമാണിത്, ശക്തമായ വചനമാണ്. അവിടെ പറയും, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തു നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. ഇത് വീണ്ടും പറയുകയാണ്, പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ എന്ന് പറയുക. രക്ഷപ്പെടാൻ തമ്പുരാൻ സന്തോഷിക്കാൻ വേണ്ടി പറയുക, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പറയുക, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പറയുക. മാനസാന്തരപ്പെടുക, കർത്താവിലേക്ക് തിരിച്ചു വരിക, സുവിശേഷത്തിലേക്ക് തിരിച്ചു വരിക, എല്ലാം മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ് നിന്റെ ജീവിതം അനുഗ്രഹമായി മാറാൻ പോകുന്നത്. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം, എന്തിനു നശിക്കണം? നിങ്ങൾ നശിക്കേണ്ട ആവശ്യമുള്ളതല്ല. നിങ്ങൾ തകർന്നു പോകേണ്ട ജീവിതമല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറേണ്ടതാ, രക്ഷാകരമായിട്ട് മാറേണ്ടതാ. പക്ഷെ നിങ്ങൾ പാപം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകുന്നത്, നിങ്ങൾ ക്ഷയിച്ചു പോകുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകും, ഒന്നും എത്തുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. പഠിച്ച് വളർന്നു, എല്ലാം നേടാൻ പോകുമെന്ന് കരുതി, പക്ഷേ അവസാനം പ്രശ്നം കയറി വരിക, അവസാനം ബന്ധനം കയറി വരിക. ചിലപ്പോൾ ചില ആളുകളുടെ പാപത്തിൽ ഒരു കാലം മുഴുവൻ ജീവിച്ചു, പിന്നെ വിവാഹ ജീവിതത്തിലൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, പിന്നെ സങ്കടമാണ്, ദുരാശയാണ്. കാരണം പാപം ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്താൽ മതി? പാപം ചെയ്തു പോയി, ദൈവമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് കരയിട്ട് നല്ലൊരു കുമ്പസാരം നടത്തുക, നന്നായിട്ട് അനുദപിക്കുക, എളുമപ്പെടുക. അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല. അഹങ്കരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? തമ്പുരാൻ്റെ മുമ്പിലോട്ട് പോകാൻ എന്തിനാ നമ്മൾ ഇങ്ങനെ മാത്രം അഹങ്കരിക്കുന്നത്? തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് എളുപ്പപ്പെട്ട് ഒന്ന് മാപ്പി ചോദിച്ച് ഒന്ന് ക്ഷമ ചോദിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനെ തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് കർത്താവിനെ സ്നേഹിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിനക്ക് എളുപ്പപ്പെട്ട് നമുക്ക് ഇന്നത്തെ കുഴപ്പം എന്താ? ഒരു കുഴപ്പമില്ല, രക്ഷപ്പെടാൻ പോകാം. പക്ഷെ പിശാച് ഉള്ളിൽ പറയും, നീ എളുപ്പപ്പെടരുത്, നീ കുമ്പസാരിക്കരുത്, നീ ധ്യാനിക്കരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ മാനസാന്തരപ്പെടരുത്, നീ പശ്ചാത്തപിക്കരുത്, നീ നശിച്ചോടാ, നീ നശിച്ചു, നീ ഇങ്ങനെ തന്നെ പോയാൽ മതി, ഇത് തന്നെ ശരി. ഇതൊക്കെയാണ് സാത്താൻ പറഞ്ഞിരുന്നത്. പക്ഷെ കേൾക്കരുത്, ദൈവം പറഞ്ഞത് കേൾക്കണം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. കൊണ്ടോ, നീതിമാൻ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അല്പസ്വല്പം പുണ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്പസ്വല്പം, പക്ഷെ അവൻ്റെ ഉള്ളൊരിപ്പോൾ തിന്മയാണ്. ചില ഗൗരവേറിയ പാപത്തിൽ കഴിയുക, പക്ഷെ അതേസമയം ഒത്തിരിയേറെ പുണ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബൈബിൾ പറയാം, ഒരുപാട് ഗൗരവേറിയ പാപത്തിൽ കഴിയുക. ചില ദൈവവിദ്വേഷമായ, സഹോദര സ്നേഹവിരുദ്ധമായ ചില പ്രവൃത്തികളുണ്ട്. മ്ലേച്ഛതയുടെ പാപം ചെയ്യുക, പക്ഷെ പുറമേ ഒത്തിരി നന്മ ചെയ്യുന്നുണ്ട്, ഒരുപാട് പുണ്യപ്രവൃത്തി ചെയ്യുന്നു. പക്ഷെ പറയാം, ബൈബിൾ പറയുക, അങ്ങനെ ചെയ്താൽ, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കും. പറയണം, ദുഷ്ടൻ
ഒരുത്തൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവന്റെ ദുഷ്ടത മൂലം അവൻ നശിക്കുകയില്ലെന്ന് പറയുക. അത് മാനസാന്തരപ്പെട്ടാൽ പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല. മാനസാന്തരപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട. കർത്താവിൻ്റെ കയ്യിലാണ്. നീ ദൈവരാജ്യത്തിൻ്റെ അംഗമാണ്. തമ്പുരാൻ നിന്നെ പൊന്നുപോലെ കാത്തുള്ളൂ. നീ പേടിക്കാണ്ടിരിക്കുക. തമ്പുരാൻ നിനക്കൊരു വഴി കാണിച്ചു തരും. അപ്പോൾ ദൈവത്തെ നീ വിളിച്ചാൽ മതി. നിന്റെ വേദനയുടെ സമയത്ത്, ഈ ദുരിതത്തിൻ്റെ സമയത്ത്, ഈ കഷ്ടതയുടെ സമയത്ത് യേശുവേ നിന്ന് വിളിക്കാൻ തയ്യാറായാൽ മതി. എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും, നിനക്ക് സന്തോഷം നൽകും, നിനക്ക് സ്നേഹം നൽകും, നിനക്ക് കൃപ തരും. നീ കൃപ കൊണ്ട് നിറയും. നീ ഒന്നും കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല. പക്ഷെ നീ പശ്ചാത്തപിക്കാതെ ഇങ്ങനെ കഠിന ഹൃദയനായിട്ട് നീ മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകളെ നീ അടിക്കടി അധപ്പതിച്ചു പോകുന്നെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അടുത്ത വചനം പറയുകയാണ്, നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. നീതിമാൻ പാപം ചെയ്യരുത്. ഇപ്പം ഞാൻ നീതി പോകുന്ന വ്യക്തി പാപം ചെയ്താൽ പിറ്റേ ദിവസം മുതൽ താസം കടന്നു വരുന്ന ബൈബിള് പറയുന്നത്. നമ്മളൊക്കെ ഉണ്ട്. ഈശോയുടെ കൂടെ നടക്കുന്ന മക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈശോയുടെ കൂടെ നടക്കുന്ന മക്കൾ, ഇച്ചിരി ഞാൻ നല്ല പുണ്യപ്രവർത്തി ചെയ്യുന്ന ഒരു ചെറിയ തെറ്റിയത് എന്നെ ഇത്ര വലിയ കുഴപ്പം എന്താ, ചീത്ത വിളിച്ചു. പക്ഷേ അവിടെ പറയുക ഒട്ടനെ അതിൻ്റെ ബന്ധനം കയറി വരും, ശസ്യബന്ധനം കയറി വരും. അവിടെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുവാൻ, മാനസാന്തരപ്പെടാൻ, എളിമപ്പെടാൻ, നല്ല കുമ്പസാരം നടത്താൻ, ഈശോയെന്ന് വിളിച്ച് അനുദപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. വചനം അവസാനം പറയുകയാണ്, വലിയൊരു വചനം പറയും, ഞാൻ ദുഷ്ടനോട് തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ലെന്ന് പറയാണ്. ഒരു മാനസാന്തരപ്പെട്ട് തിരികെ വന്നാൽ അവൻ്റെ മേലുള്ള അപകടം ഒഴിവായി പോവും, അപകടം ഒഴിവായി പോവും, നാശം ഒഴിവായി പോവും, മാറിപ്പോവും. ഒന്നും പേടിക്കണ്ട. പശ്ചാത്തപിക്കുന്ന പാപിയെ കർത്താവ് കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കും. ഒന്നും പേടിക്കണം. പശ്ചാത്തപിച്ചാൽ മതി. പശ്ചാത്തപിക്കണം. തെറ്റ് ചെയ്തു പോയി ആത്മാർത്ഥ കള്ളക്കുമ്പസാരം കാണിച്ചിട്ട് കാര്യമില്ല. ഉള്ളു തുറന്ന് ആത്മാർത്ഥമായിട്ട് എളിമയോടെ പശ്ചാത്തപിച്ചുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും കൃപ കൊണ്ട് ദൈവം നിന്നെ വീണ്ടും ഉയർത്തും. നിന്നെ അല്ലെ 3 വട്ടം കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസ് പിന്നീട് നമുക്കറിയാം പശ്ചാത്തപിച്ചുകൊണ്ട് വരിക, കരഞ്ഞുകൊണ്ട് വരുന്ന പത്രോസിനെ കർത്താവ് അനുഗ്രഹിക്കുക, വീണ്ടും അവനെ ഉയർത്തി നിർത്തുക. അത് പശ്ചാത്തപിക്കുന്ന പാപിയെ കർത്താവ് ഒരിക്കലും രക്ഷിക്കില്ല. കർത്താവ് സന്തോഷിക്കുക. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, പ്രയാസങ്ങളുടെയും വേദനകളുടെയും തകർച്ചകളുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കണം. ഈ തകർച്ചയുടെ പിന്നിൽ എൻ്റെ സ്വന്തം പാപത്തിൻ്റെ മേഖലയുണ്ടോ? ഞാൻ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമുണ്ടോ? എന്തെങ്കിലും പാപം കിടപ്പുണ്ടോ? ഞാൻ മൂലമാണോ? ഞാൻ തല്ലുകൊണ്ട് വേദനിക്കുന്ന അവർ മൂലം തന്നെയാണ്. അവരുടെ വൈരാഗ്യവും അവരുടെ സ്വാർത്ഥതയും അവരുടെ അഹങ്കാരവും ഞാനെന്ന ഭാവവും അവരുടെ പകയും അസൂയയും ഒക്കെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കും, സമൂഹത്തിലുണ്ടാക്കും, ജോലിസ്ഥലത്തുണ്ടാക്കും, സഭയിലുണ്ടാക്കും, എല്ലായിടത്തും ഉണ്ടാക്കും. ഉള്ളിൽ അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കർത്താവ് പ്രവർത്തിക്കുക. ഇത് എടുത്ത് കളയാൻ എന്ത് ചെയ്യണം? ഈശോയുടെ മാപ്പോറ ക്ഷമ ചോദിക്കുക, പശ്ചാത്തപിക്കുക, കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെട്ടോളും, തമ്പുരാൻ പ്രവർത്തിച്ചോളും. നീ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്നും പേടിക്കേണ്ട. അല്പം ഒന്ന് ചെറുതാകാൻ തയ്യാറായാൽ മതി. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതാണ് വചനം പറയുന്ന പോലെ യശപ്രവാചന പുസ്തകം 66-ന്റെ വചനം, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുക. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. തീർച്ചയായിട്ടും എളിമപ്പെട്ട് അനുദപിച്ചു കഴിയുമ്പോൾ ഉടൻ തന്നെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇത് ഇന്ന് തകർച്ചകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പശ്ചാത്തപിക്കാം. നമുക്ക് ഇന്നലെ വരെയുള്ള ജീവിതങ്ങളോർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിക്കാം. നമുക്ക് കരഞ്ഞ് മാപ്പ് പറയാം. ഇവിടെ പറയുന്നുണ്ട് വലിയൊരു വചനമാണ്. അതായത് തൻ്റെ വാഗ്ദാനം നിറവേറ്റി കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായിട്ടും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ! എന്തൊരു അഭിഷേകം! അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. ദൈവം പറയും, ഞാൻ പിന്നെ അത് ഓർക്കുപോലില്ലെന്ന് പറയുക. പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മിക്കുകയില്ല. ആത്മാർത്ഥത്തോടെ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, അനുദപിച്ച പാപം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തമ്പുരാൻ മാഞ്ഞു പോവുക. പിന്നെ ഞാൻ ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേരുടെ കാര്യം എന്താ? ഞാൻ നശിച്ചു, ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കുമ്പസാരിക്കോട്ട് പോയി കുമ്പസാരിച്ച ശേഷം ചില ആൾക്കാർ ഇങ്ങനെ കുറ്റബോധം കൊണ്ട് നടക്കുന്നത് കാണാൻ പറ്റും. ഭയങ്കര ആകുലതയാണ്, കാരണം ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിലുള്ള വിശ്വാസക്കുറവ് മൂലം വീണ്ടും കുറ്റബോധവും ഭയം, ഉത്കണ്ഠ എല്ലാം കയറുക. ശരിക്കും അവർ പശ്ചാത്തപിച്ചിട്ടില്ല. അവർ ശരിക്കും വേണ്ടത് തമ്പുരാനോട് ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞ് കർത്താവിൽ നിന്ന് പാപം മോചനം വാങ്ങി. ഈശോ നിന്നോട് പറയട്ടെ, നിന്റെ പാപം മോചിച്ചു. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് നീ അനുദപിക്കണം, പശ്ചാത്തപിക്കണം. നീ ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. നിന്റെ ഭാര്യയ്ക്കെതിരെ, അല്ല ഭർത്താവിനെതിരെ, മകനെതിരെ, മകൾക്കെതിരെ, അപ്പനെതിരെ, അമ്മയ്ക്കെതിരെ, സഹോദരങ്ങളെ, വൈദികർക്കെതിരെ, ദൈവജനത്തിനെതിരെ, സന്യസ്തർക്കെതിരെ, നിന്റെ ജോലിസ്ഥലം, നിന്റെ അധികാരികൾക്കെതിരെ, നിന്റെ സഹപ്രവർത്തകർക്കെതിരെ, നിനക്ക് തന്നെ എതിരെ നീ ചെയ്തിട്ടുള്ള പാവങ്ങൾ ഓരോന്നോട് നീ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ മേൽ അനർത്ഥം കടന്നു വരില്ല. നീ ക്ഷയിച്ചു പോവുകയല്ല.
നിന്റെ കുടുംബം ക്ഷയിക്കില്ല, നിന്റെ മക്കൾ ക്ഷയിക്കില്ല, നിന്റെ വസ്തു ക്ഷയിക്കില്ല. നീ പോകുന്ന വഴിയിൽ ദൈവം നിന്നെ പൊന്നു പോലെ കാത്തുകൊള്ളും. സങ്കീർത്തനം 91 അഭിഷേകം നമുക്കറിയാം, ഭയങ്കര അഭിഷേകം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും കർത്താവിനോട് നീ അങ്ങാണ് എൻ്റെ ആശ്രയം, എൻ്റെ അഭയം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം കിട്ടുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് സംരക്ഷണം കിട്ടുക, കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയ്ക്കകത്ത് കഴിയുന്ന അനുഭവം. സങ്കീർത്തനം 121 അഭിഷേകം. ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കി, എനിക്ക് എവിടുന്ന് രക്ഷ വരും, എവിടുന്ന് എനിക്ക് സഹായം വരും. കർത്താവ് ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, കർത്താവിൻ്റെ കാവൽക്കാരനാണ് എന്ന് പറയുന്ന വചനങ്ങളുണ്ടല്ലോ. ആ വചനത്തിന് സംരക്ഷണം കിട്ടുക. ഇത് കിട്ടാത്തതിന് കാരണം എന്താ? നീ പാപം അതായത് വെച്ചിരിക്കുക, ഉള്ളിൽ ഹൃദയത്തെ വെച്ചിരിക്കുക. നീ പുറമേ നല്ല നമ്മൾ ചിലപ്പോൾ കാപട്യ വേഷമൊക്കെ ധരിക്കും. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെല്ലാം നല്ലവരാന്ന് പലപ്പോഴും പറഞ്ഞു കൊടുക്കും. പക്ഷേ ഉള്ളിൽ അങ്ങനെയല്ല, ഉള്ളിൽ തിന്മ അശുദ്ധിങ്ങ് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ക്ഷയിച്ചു പോകുന്ന ബൈബിൾ പറയുന്നത്. തിരുവചനം പറയുക, ദൈവമായ കർത്താവ് പറയുക, മനുഷ്യപുത്ര, പ്രവാചകൻ പറയാം, മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു അവരോട് പറയുക. ഞാൻ പറയാം, ജീവിക്കാൻ സാധിക്കും, നിങ്ങൾ പശ്ചാത്തപിച്ചാൽ മതി, മാപ്പ് പറഞ്ഞാൽ മതി, ക്ഷമ പറയണം. ചിലപ്പം ഭാര്യയോട് പോയി ക്ഷമ ചോദിക്കേണ്ടി വരും, ഭർത്താവിനോട് പോയി ക്ഷമ ചോദിക്കേണ്ടി വരും, നമ്മൾ തിരുത്തേണ്ടി വരും, എളിമപ്പെട്ട് കൊടുക്കണം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് വരും. ചില കാര്യങ്ങൾ നമ്മൾ കോടതി കേസൊക്കെ നമ്മൾ പിൻവലിക്കേണ്ടി വരും. വേണ്ട, ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു, വേണം ക്ഷമിച്ചേക്കണം, ക്ഷമിച്ചേരെ. തമ്പുരാൻ പ്രവർത്തിച്ചോളുന്നേ, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടുകൊടുക്ക്. നീ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. ഈ പ്രശ്നത്തിനെല്ലാം കാരണം നമ്മൾ ഈ പ്രശ്നത്തിനകത്ത് തലയിടാൻ പോകും, അതോടെ പ്രശ്നം മുഴുവൻ കുളമാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന് വിട്ടുകൊടുക്കുക, തമ്പുരാൻ്റെ വചനം കേൾക്കുക. സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളൊക്കെ ചെയ്തു പോകും തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ധ്യാനത്തിലൊക്കെ കാണാറുണ്ട്, ദൈവമക്കൾ ശരിക്കും പശ്ചാത്തപിക്കുന്നത് കാണാൻ പറ്റും. പശ്ചാത്തപിച്ച് കഴിയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് അവരുടെ നിറയുക, ഭയങ്കര അഭിഷേകം, അവർക്ക് ഭയങ്കര കൃപ കൊണ്ട് നിറയുക, സന്തോഷം, അവർ പാട്ട് പാടുക, ബന്ധനമൊക്കെ അഴിയുക, എന്തൊരു സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന കാണുമ്പോൾ കരഞ്ഞു പോകാറുണ്ട്. എന്തൊരു അനുഗ്രഹം. കാരണം എന്താ? പശ്ചാത്തപിക്കുന്ന ഭാവിയെ ഓർത്ത് ഭാവി പശ്ചാത്തപിച്ചവരും തിരിച്ചു വരുമ്പോൾ സ്വർഗവും സന്തോഷിക്കും, ഇവനും സന്തോഷിക്കും, ഇവനും സന്തോഷം വരും, സ്വർഗവും സന്തോഷിക്കും. ഇവനും സന്തോഷമില്ല, സ്വർഗവും സന്തോഷമില്ല. കാരണം ഇവന് തിന്മ ഇങ്ങനെ പൂഴ്ത്തി വെച്ചുകൊണ്ട് നടക്കുക, തിന്മയെല്ലാം കൂടെ ചങ്ങിനകത്ത് കയറ്റി വെച്ചുകൊണ്ടിരിക്കുക, അസൂയ, അഹങ്കാരം, ജഡി അസത്യം, വേണ്ട മോശമായ കാര്യങ്ങളും എല്ലാം ഉള്ളിൽ വെച്ചിരിക്കുക. അങ്ങനെ ഇവൻ്റെ ഉള്ളു മുഴുവൻ വേറൊന്ന. അപ്പോൾ അസൂയ, ഭയങ്കര വക്രതയ, ഭയങ്കര ബുദ്ധിമാൻ എന്നാ പറയുക, ഒരു ബുദ്ധിയില്ല, ഭയങ്കര ബുദ്ധിയെ പോലെ സംസാരിക്കും. പക്ഷേ ഉള്ളു മുഴുവൻ വക്രതയും വഞ്ചനയും ചതിയും ഒറ്റയും ഒക്കെ നിൽക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇവർ ക്ഷയിച്ചു പോവുക. ബൈബിൾ ക്ഷയിച്ചു പോകും, പാപം തലയിടുന്നത് ക്ഷയിച്ചു പോകും. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 21:1-2 നമുക്ക് കാണാൻ പറയുന്നത്. പകരം നീ പാപം ചെയ്തിട്ടുണ്ടോ, മേലിൽ പാപം ചെയ്യരുത്, പഴയ പാപങ്ങളുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക, സർപ്പത്തിൽ പോലെ പാപം ഓടി മാറുക, അടുത്തുനിന്നത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, ജീവൻ അപകരിക്കും. പാപം അതാണ്. അതുകൊണ്ട് പാപം നമുക്ക് പശ്ചാത്തപിക്കുക, എളുപ്പം എത്രയും പെട്ടെന്ന് കർത്താവിലേക്ക് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഓർത്തുകൊള്ളുക, വലിയൊരു കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ പാപത്തിലാണ് കഴിയുന്നതെങ്കിൽ ഈശോ ഒത്തിരി വേദനിക്കും, ദുഃഖത്തില്ല. ഈശോ ഭയങ്കര ദുഃഖത്തില്ല, നമ്മുടെ കർത്താവ് ദുഃഖത്തില്ല, നമ്മുടെ ദൈവം സങ്കടത്തില്ല. മക്കളെ, അവിടെ നമ്മൾ മടങ്ങി വന്നാൽ കർത്താവ് സന്തോഷിക്കും, നിങ്ങളും സന്തോഷിക്കും, ദൈവത്തിന് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കിട്ടുക, സകല കെട്ടുകഴിഞ്ഞ് പോകുക, ബന്ധനം അഴിഞ്ഞു പോകുക, സാധാരണ സൈന്യം നിങ്ങളെ വിട്ടുപോക്കോളൂ. നിങ്ങൾ ഒന്നിനടുത്ത് പേടിക്കുക പോലും വേണ്ട. കർത്താവിൻ്റെ കരം നിങ്ങളെ മുറുകെ പിടിച്ചോളൂ, നിങ്ങൾ ദൈവത്തിന് വിട്ടു. അപ്പോൾ പറയാണ്, അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെ ഓർക്കുകയില്ല. കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ എൻ്റെ യുവാവേ, എൻ്റെ യുവതി, എൻ്റെ മകൻ, എൻ്റെ മകളെ, എൻ്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ ഒക്കെ ഓർത്തുകൊടുത്ത് എല്ലാവരും ഓർത്തുകൊള്ളുക. പിന്നെ നീ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നിൻ്റെ ജീവിതം ഒരു പുതിയ ജീവിതമായിട്ട് മാറുക. തമ്പുരാൻ നിന്നെ പൊന്നുപോൽ നോക്കും. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ തീർച്ചയായും ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിൻ്റെ ജനം പറയുന്നു. ബൈബിൾ പറയുകയാണ്, വലിയൊരു വചനത്തിലേക്ക് വീണ്ടും പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരുണ അവരിലേക്ക് വന്ന് നിറയും, അവർ ദൈവത്തിൻ്റെ നീതി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, തമ്പുരാൻ്റെ അത്ഭുതം അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ സമയത്ത് അങ്ങ് പ്രവർത്തിക്കണം, അനുദപിക്കാനുള്ള വലിയൊരു അഭിഷേകം തരണം. ഞങ്ങളുടെ മേലുള്ള പാപത്തിൻ്റെ കെട്ടൊക്കെ അഴിച്ചു കളണം കർത്താവേ. നല്ലൊരു കുമ്പസാരം നടത്താനുള്ള എളിമ തരണം കർത്താവേ. അങ്ങനെ ആത്മാവിൽ ഞങ്ങളെ പൂരിതരാക്കണം കർത്താവേ. സ്വർഗത്തിൻ്റെ അഭിഷേകം തരണം കർത്താവേ. ധൂർത്തുപൊത്ത് മടങ്ങി വന്ന പോലെ ഒന്ന് മടങ്ങി വരാനുള്ള ഒരു അനുഗ്രഹം കൊടുക്കണമേ. ഈശോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷിക്കാൻ ഇടയാകട്ടെ. അവർ ഈ വചനം കേട്ട് സന്തോഷിക്കട്ടെ, പ്രത്യാശ നിറയട്ടെ. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, തമ്പുരാൻ തള്ളിക്കളയില്ല. പാപത്തിൽ നിന്നുള്ള മോചനം കർത്താവ് എനിക്ക് തരും. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും. എൻ്റെ ദൈവം എന്നെ മറന്നു കളയില്ല. എൻ്റെ തമ്പുരാൻ എന്നെ രക്ഷിക്കും. വലിയ അനുഗ്രഹം ലഭിക്കട്ടെ. ഒരു നല്ല കുമ്പസാരം നടത്താനുള്ള വലിയ കൃപയെല്ലാം ഒഴുകട്ടെ. നമുക്ക് എളിമപ്പെടാം, എല്ലാം തെറ്റി ഉപേക്ഷിക്കാം. നമുക്ക് ഈശോയെ സ്നേഹിക്കുക, ഈശോ വചനമനുസരിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള വലിയൊരു ആഗ്രഹം കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണം കർത്താവെ, അനോയിന്റ് ചെയ്യണം കർത്താവെ. അങ്ങയുടെ മഹത്വത്തിൻ്റെ കരം നീട്ടണമേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ കരം നീട്ടണമേ കർത്താവെ. ഇത് ഈ സമയത്ത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുക്കിലിട്ട് വരുമ്പോൾ ഇന്ന് ഞങ്ങളുടെ മേലുള്ള സകല ബന്ധനങ്ങളും കെട്ടുകൾ അടിക്കണമേ. പശ്ചാത്തപിക്കാനുള്ള അഭിഷേകം തരണമേ കർത്താവെ. അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവെ. പൊട്ടിത്തകർന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ
മാതാപിതാക്കളൊക്കെ ഇതാ നിൻ്റെ മുമ്പിലിരിക്കുന്നു കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശോയെ, എല്ലാവരും തുടരണം കർത്താവ്. മക്കളെ പ്രാർത്ഥിച്ചോണം കർത്താവ്. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയുടെ മണിക്കൂറിൽ കർത്താവ് ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ചൂടേറിയ ഒരു യാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം ചൂടേറിയ മരുയാത്ര ദാഹത്താലെന്നാവു വരളുമ്പോ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കണം കർത്താവേ. എല്ലാവർക്കും തുറന്നു കൊടുക്കണം. വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണം. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. പ്രയാസങ്ങളുടെ മനസ്സിൽ അനുഗ്രഹം 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 അഭിഷേകം അഭിഷേകം ചൊല്ലണം. അഭിഷേകം ചൊല്ലണം. സകല കെട്ടുകളടിയട്ടെ, ബന്ധനടിയട്ടെ യേശുനാമത്തില്. ചെടിയിൻ അഭിഷേകം കൊണ്ട് ജ്വലിപ്പിക്കണം. നിൻ സാന്നിധ്യമറിയും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. ബന്ധനടിച്ചു പോകട്ടെ യേശുനാമത്തില്. സാത്താന്റെ കെട്ടഴിക്കുന്നു അഴിക്കുന്നു. സമർപ്പിക്കുന്ന കർത്താവേ, സ്വയം എല്ലാ കുടുംബങ്ങളും നിന്റെ മേലിതാ നോക്കുന്ന കർത്താവേ. നിന്നെ നോക്കുന്ന എല്ലാവരും നോക്കുന്നു. സ്വയം എല്ലാവരും നീ നോക്കണം കർത്താവേ. നീ അവരെ നോക്കണം. കുടുംബങ്ങൾ നോക്കണം. തകർന്നു പോയ ജീവിതങ്ങൾ, ഒറ്റപ്പെട്ട മക്കള്, പാപത്തിന് അടിമവേല ചെയ്ത മക്കള്, മാനസാന്തത്തിന്റെ അഭിഷേകം കൊടുക്കണം കർത്താവേ. ഈശോയെ പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന മക്കൾക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹം കൊടുക്കണം കർത്താവേ. ഈ സമയത്ത് അങ്ങനെ കര നീട്ടി എല്ലാ രോഗികളും തുടരണം കർത്താവേ. സത്തന്നെ കെട്ടഴിയട്ടെ. ഹല്ലേലൂയ. മക്കളെ ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. എല്ലാ മക്കൾക്കും അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. അങ്ങല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. സമർപ്പിക്കുന്നു. ബന്ധത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, സ്ഥലങ്ങൾ, ദേശങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു. ഇവർ ആർക്ക് വേണ്ടി എല്ലാമാണ് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം തുടരണം കർത്താവേ. അവരുടെ പരിശുദ്ധമാനിലേക്ക് വർഷിക്കണം. അവരുടെ മഹത്വം കൊണ്ട് അവിടെ നിറയട്ടെ. അവരുടെ മഹത്വമേറെ സാന്നിധ്യം അവരിലേക്ക് ഒഴുകട്ടെ. സാത്താന്റെ സാന്നിധ്യം വിട്ടുമാറട്ടെ. ഭയങ്കര ആനന്ദം നിറയട്ടെ. ആനന്ദം നിറയട്ടെ. സമാധാനം നിറയട്ടെ. വിശുദ്ധി നിറയട്ടെ. വിശ്വാസം നിറയട്ടെ. കൃപയ്ക്കുമേ കൃപ നിറയട്ടെ. പരിശുദ്ധമായ പ്രവർത്തനം സാത്താന്റെ സാന്നിധ്യം നാമത്തിൽ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്നത് വിട്ടുപോകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകനിൽ നിന്ന്, മകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സ്ഥലത്ത് നിന്ന് കെട്ടഴിയട്ടെ, കേട്ടഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ സ്തുതികളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചതഞ്ഞോടയോടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നെ
യേശു